ഒട്ടേറെ ഗുണഗണങ്ങളുള്ള ഒരു ഔഷധമാണ് തുളസി. വീട്ടുമുറ്റത്തെ ഡോക്ടർ എന്ന തുളസി ചെടിയെ വിളിക്കാം. വൈറ്റമിൻ സിയും സിങ്കും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ തുളസി ഒരു സ്വാഭാവിക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഘടകമായി കണക്കാക്കാറുണ്ട്. തുളസി ചെടി അണുബാധയെ അകറ്റി നിർത്തുന്നു. തുളസിയുടെ ഇലകൾക്ക് ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ, ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട്. ഇത് വിവിധ അണുബാധകളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു. ഇലയുടെ സത്ത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും അതുവഴി രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പഴയ തലമുറകൾ അമിതമായ വേദന അനുഭവിക്കുന്ന ശരീരഭാഗങ്ങളിൽ തുളസി ഉപയോഗിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. വേദന ശമിപ്പിക്കുന്ന ഗുണങ്ങളുള്ള ടെർപ്പീനായ യുജനോൾ കൊണ്ട് സമ്പന്നമായതിനാൽ ശരീരവേദന കുറയ്ക്കുന്നതിൽ തുളസി ചെടി ഉപകാരപ്രദമാണ്. തുളസി ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു. തുളസിയിൽ ക്യാമ്പീൻ, സിനിയോൾ, യുജനോൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് നെഞ്ചിലെ സമ്മർദ്ദം കുറയ്ക്കുന്നു. ബ്രോങ്കൈറ്റിസ്, ആസ്മ തുടങ്ങിയ വിവിധ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ചികിത്സിക്കാൻ തുളസി സഹായിക്കുന്നു. തുളസിയിലെ ക്യാമ്പൻ, സിനിയോൾ, യുജനോൾ എന്നിവ മനുഷ്യരിലെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പ്രവർത്തിക്കുന്നു. മിക്കവാറും എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും തുളസി ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നതിനാൽ തുളസിയുടെ ഗുണഗണങ്ങൾ അനവധിയാണ്. തുളസിയെ മറ്റ് മരുന്നുകളുമായോ എണ്ണകളുമായോ ഔഷധ സസ്യങ്ങളുമായോ ഒക്കെ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ മറ്റു ചില പ്രശ്നങ്ങളും എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കാറുണ്ട്. പ്രാണികളുടെ കടിയേറ്റാൽ തുളസി വീട്ടുമരുന്നായി ഉപയോഗിക്കാറുണ്ട്. പ്രാണിയെയും കൊതുകിനെയും അകറ്റാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. കുട്ടികളിലും മുതിർന്നവരിലും പനിയുടെ ചികിത്സയും തുളസിയുടെ ഉപയോഗത്തിൽ പെടുന്നവയാണ്. തുളസി ചെടിക്ക് ആന്റിസെപ്റ്റിക്, ഡയഫോററ്റിക് പ്രവർത്തനമുണ്ട്. ഇത് ശരീരത്തിൽ വിയർപ്പുണ്ടാക്കുന്നു. ഇത് പനി സമയത്ത് ഉയർന്ന ശരീര താപനില സാധാരണ രീതിയിലേക്ക് എത്തിക്കുന്നു. തൊണ്ടവേദന ചികിത്സിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ വീട്ടുവൈദ്യമായാണ് തുളസി ഇലയെ കരുതുന്നത്. തുളസി ഒരു അഡാപ്റ്റോജൻ ആയി പ്രവർത്തിക്കുന്നു. ഉയർന്ന ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇതിന്. ആമാശയ സംബന്ധമായ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിവിധിയായി തുളസി ചെടി ഉപയോഗിക്കാറുണ്ട്. വിശപ്പ് വർദ്ധിപ്പിക്കുകയും ഇത് ചെയ്യുന്നുണ്ട്. ഇത് ആസിഡ് റിഫ്ലക്സുകളെ സന്തുലിതമാക്കുകയും pH അളവ് നിലനിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് ഭക്ഷണം ശരിയായി ദഹിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു. ആന്റി സ്ട്രെസ് ഗുണങ്ങളുള്ള പ്രകൃതിദത്ത സസ്യമാണ് തുളസിയില. കടുത്ത സമ്മർദ്ദവും ഉത്കണ്ഠയും ഒക്കെയുള്ള സാഹചര്യങ്ങളിൽ ഒരു കപ്പ് തുളസി ചായ കുടിക്കുന്നത് വഴി ഇവയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് ഒരു വ്യക്തിയെ വിശ്രമിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും സഹായിക്കുന്നു എന്നതാണ് ഇതിന്റെ അടിസ്ഥാനമായി പറയുന്നത്. തുളസി ഇലകൾ നമ്മുടെ കരളിന്റെയും കുടലിന്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു. തുളസി ഇലയിൽ നിന്നുണ്ടാക്കുന്ന ജ്യൂസ് കുടിക്കുന്നവർക്ക് ദഹനം മെച്ചപ്പെടുകയും കുടൽ പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും. ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. തുളസി ഇല നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിന്റെ നിരക്ക് സജീവമാക്കുന്നു. അങ്ങനെ കൊഴുപ്പ് കത്തിക്കുന്ന പ്രക്രിയ വർദ്ധിപ്പിക്കുന്നു. തുളസി ദന്താരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ മികച്ച പങ്ക് വഹിക്കുന്നുണ്ട്. തുളസിയുടെ ഇലകൾക്ക് വായിലെ ബാക്ടീരിയകളെ ചെറുക്കുന്ന ആന്റിമൈക്രോബയൽ ഗുണങ്ങളുണ്ട്. അതിനാൽ തന്നെ തുളസിയില നിത്യം ഉപയോഗിച്ചാൽ വായ്നാറ്റം കുറയുന്നതാണ്. ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമിതമായ തുളസിയുടെ ഉപയോഗം ദോഷകരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഭക്ഷണമായോ മരുന്നായോ തുളസിയുടെ ഇല അമിതമായി ഉപയോഗിക്കുമ്പോൾ യുജനോൾ അമിതമായി കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യുജനോൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ നല്ലതാണ് എന്ന പഠനങ്ങൾ പറയുന്നുണ്ട് എങ്കിലും അമിതമായി കഴിക്കുന്നത് വിഷബാധയ്ക്ക് കാരണമാകാറുണ്ട്. തുളസിയുടെ അമിതമായ ഉപയോഗം ഹൈപ്പോഗ്ലൈസീമിയ എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഈ അവസ്ഥയിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അസാധാരണമായി കുറയുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഭേദമാക്കാൻ തുളസി ഉപയോഗിക്കുന്ന പ്രമേഹ രോഗികൾക്ക് ഇത് പ്രധാനമായും ബാധകമാണ്. തുളസിയുടെ അമിത ഉപയോഗം പുരുഷന്മാരിൽ പ്രത്യുൽപാദന ക്ഷമത പ്രതികൂലമായി ബാധിക്കുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, ഇതെല്ലാം പൊതുവായ ആരോഗ്യ കാര്യങ്ങൾ മാത്രമാണ്. ഏത് കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിന് മുൻപും ഒരു ആരോഗ്യ വിദഗ്ധന്റെ സേവനം തേടേണ്ടതാണ്.